സോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് കുറച്ച് ഷെയ്ഡേഴ്സ് എടുത്തിട്ട് നമ്മളെന്താണ് ഏറ്റവും നല്ല പെർഫോം ചെയ്യണ നല്ലൊരു ഷെയ്ഡർ, ഏത് ലോൻ്റെ പി സിയിലും വർക്ക് ചെയ്യണ ഷെയ്ഡർ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4-5 ഷെയ്ഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കളിക്കാൻ പോണേ. പിന്നെ ഏത് ലോൻ്റെ പി സിയിലും വേണമെങ്കിലും കളിക്കാം. നിങ്ങൾ അത്യാവശ്യം ഒപ്റ്റിഫൈന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏത് പി സി വേണമെങ്കിൽ സുഖമായിട്ട് പുഷ്പം പോലെ റണ്ണാവും. അപ്പോൾ ഫസ്റ്റ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്താൽ കേട്ടോ, ഇതിൻ്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ ഞാൻ പുതിയ വേൾഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന FPS നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും. 77, 65 നിലവിൽ FPS. ഈ ഒരു ചെക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് കുറയ്ക്കില്ല, അങ്ങനെ തന്നെ കളിക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് ഷെയ്ഡേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ പോയി ഓക്കെ, ഓപ്ഷൻസ്, വീഡിയോ സെറ്റിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കളിക്കുന്നത് ഇതിലാണ്, സോഡിയത്തിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റെസൊല്യൂഷൻ ഇത്രയൊക്കെ ആയിട്ട് വരും, കുറച്ചിട്ടതാണ്. അപ്പോൾ ആക്ച്വലി ഇതിനേക്കാളും പെർഫോമൻസ് കിട്ടും. ഞാൻ ഇപ്പോൾ റെക്കോർഡിംഗ് കൂടെ ആയതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് കുറയും. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സ് വെച്ചോളാം. അപ്പം ഷെയ്ഡർ പാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് BLISS പറഞ്ഞിട്ടുള്ള ഷെയ്ഡുണ്ട്, കോംപ്ലിമെൻ്ററി ഉണ്ട്, മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയ്ഡറും കൂടിയാണ്. മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ് ഉള്ള നല്ലൊരു ഷെയ്ഡറാണ്. പിന്നെ പിക്സൽ ക്രാഫ്റ്റ് സോളാർ ഷെയ്ഡർ, സൂപ്പർ വാനില. ഈ സൂപ്പർ വാനില നല്ല ഷെയ്ഡറാണ്. അപ്പോൾ ഈ 2 ഷെയ്ഡർ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ബാക്കിയുള്ള ഷെയ്ഡർ കാണിച്ചു തരാം. അപ്പോൾ നോർമലി ഷെയ്ഡറിനെ റണ്ണാവും കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഫസ്റ്റ് BLISS എന്ന ഈ ഷെയ്ഡറിൽ തന്നെ അങ്ങോട്ട് തുടങ്ങും. അപ്ലൈ ടൈം പിടിക്കും, കാത്തിക്കേണ്ടി വരും. കേട്ടെ, ഓക്കെ. സോ ഇതാണ് BLISS. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, വൃത്തി ഷെയ്ഡറാണ്. പ്രീസെറ്റ് കൂടി കാണിച്ചു തരാം. 10 മിനിറ്റ് പ്രീസെറ്റ് കാണിച്ചു തരാം. പ്രീസെറ്റിൽ അവിടെ വീഡിയോ സെറ്റിങ്സ്, ഷെയ്ഡർ പാക്ക് സെറ്റിങ്സ് ഇതാ. അപ്പോൾ ഇതിന് പ്രീസെറ്റ് ഒന്നും നിലവിൽ വരണില്ല, ഡിഫാൾട്ട് ഇങ്ങനെയാണ്. ഇതൊന്നും ചെയ്യാനൊന്നും, ഇതിനിപ്പോൾ നോക്കണുണ്ട്, ഇത് കയറി നോക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡിഫാൾട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വേണമല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഇതിങ്ങനെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. സോ എൻ്റെ ഒരു കയ്യിൽമേൽ മയക്കാണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റൂല, സിംഗിൾ മൂവ് പറ്റുള്ളൂ. നോക്കട്ടെ, അവിടെ പോയി ഇവിടെ കയറങ്ങട്ട്. ഓക്കെ. സോ കിടന്ന് കത്തിടതാ. അതെന്ത് കേട്ടെ ഇതാ. അപ്പം ഇങ്ങനെയാണ് ഷെയ്ഡർ കാണാൻ തിരക്കിടാത്ത. പക്ഷേ FPS ആണ് നമ്മൾ നോക്കണ്ടേ. FPS 1% ലോ വരുന്നത് 17, 18 ഒക്കെ വരുന്നുണ്ട്. 0.1% ആ ലെവലിൽ വരുന്നുണ്ട്. ഇപ്പം കിട്ടുന്ന നിലവിൽ 20 FPS കിട്ടുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കിയ ചക്ക് ഡിസ്റ്റൻസ് എത്ര? 10 അല്ലേ? 10 ആണോ? 10 പറഞ്ഞു. ഇനി 7 സോറി 7. അപ്പോൾ 7ലാണ് കിടക്കണത്. അപ്പോൾ ഇത്ര പെർഫോമൻസ് കിട്ടും. പിന്നെ ഇതിൻ്റെ സ്പെക്ക് പറയണത് ഇതാ, അതിൽ തന്നെ കാണിച്ചു തരാം. ഞാനിതാ സോഡിയ റണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഐറിസ് ആഡ് ചെയ്താണ്. ഇന്ന് കുറച്ച് ഇതുണ്ട്. അതിനിപ്പോൾ ഇതിന് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള വേറെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സെറ്റ് ചെയ്ത് തരും. പിന്നെ എൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഇല്ല, AMD Ryzen 5 ആണ്. അപ്പോൾ മനസ്സിലായല്ലോ എത്ര ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കമ്പയറും ചെയ്യാം. സോ ഇതിങ്ങനെ ഇരിക്കും, ബാക്കിൽ കാർഡ് കിടന്നിട്ടുണ്ട് അത്രയായിട്ട്. അപ്പോൾ അടുത്ത ഷെയ്ഡർ നോക്കാം. സ്കേപ്പ് ഓപ്ഷൻസ്, വീഡിയോ സെറ്റിങ്സ്, ഷെയ്ഡർ പാക്ക്, കോംപ്ലിമെൻ്ററി. ഇത് കോംപ്ലിമെൻ്ററി പറയുന്നത് അത്യാവശ്യം ഹൈ എൻഡ് ഷെയ്ഡറാണ്. അപ്പോൾ കൂടി കാണിച്ചു തരാം. ഈ BLSS തിരക്കടിക്കാണ്ട് ഹൈ എൻഡ് തന്നെയാണ്, വേറെ കാര്യം. ഇത് ഞാൻ പ്രീസെറ്റ് മിക്കാറ് ലോയിലേക്ക് ഇട്ടുണ്ടാവുക ആണോ? നോക്കട്ടെ, ഒന്ന് കൺഫേം ചെയ്താട്ടെ. സോ ഇവിടെ പോയി ലോ ആണ്, ലോയിലാട്ടോ പ്രീസെറ്റ്. ഇതിന് കുറയ്ക്കാനൊന്നുമില്ല. വെരി ലോ ഉണ്ട്, പക്ഷെ ലോ ആണ് വേണ്ടി. വെരി ലോ വരുമ്പോൾ ഷാഡോസ് പോവുക ചെയ്യുക, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നമുക്ക് ഷാഡോസ് വേണമല്ലോ. ഇതാണ് FPS. സോ ഇങ്ങനെ ഇരിക്കും.
വേൾഡ് കാണണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. സോ ഇത് ഒപ്റ്റിമൈസേഷൻ്റെ ഓരോന്നാണ് അവിടെ കാണുന്നത്, ആർട്ട് എഫക്റ്റ് വരുന്നത്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ 21-22 FPS ഒക്കെ കിട്ടും. അത് ലോ ആട്ടോ. മറ്റേ ഷെയ്ഡർ നമ്മൾ ലോ അല്ല, മാക്സിമം മിനിമറ്റാണ് അതിൻ്റെ ഇത് വന്നതിന്. അതിൽ നമുക്ക് 23 അങ്ങനെ കിട്ടിയത്. ഇതിൽ 25 കിട്ടണത് ലോ ഗ്രാഫിക്സിലാണ്. സോ അത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുറയാൻ മതിയാവും. കാണിച്ചു തരാം. വീഡിയോ സെറ്റിങ്സ്, ഷെയ്ഡർ പാക്ക്, ലോ വേണ്ട, ഒരു ഹൈ, ഡിഫാൾട്ട് ഹൈ ആണ്. ഹൈ കാണിച്ചു തരാം. ഹൈ കാണാൻ നല്ല രസമുള്ള ഷെയ്ഡറും കൂടി, അത് എൻഡ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ ഷെയ്ഡറിനും അതിൻ്റെ ഓരോ ഷെയ്ഡറിൻ്റെ വേറെ തന്നെ, ഐ മീൻ എൻഡ് പിന്നെ എന്താ അങ്ങനെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം ഏതൊക്കെ ഷെയ്ഡറിൻ്റെ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം 20, 18 പിന്നെയും കുറയുള്ളൂ. പ്ലേയബിൾ അല്ല ഒരിക്കലും. ഇങ്ങനെ ഒരിക്കലും നമുക്ക് കളിക്കാൻ കഴിയില്ല ഗെയിം. അത് വേറെ കാര്യം. അതൊരു ഒരു എന്തൊക്കെ ഒരു കാണാൻ രസമുണ്ട്, പക്ഷേ FPS പോലെ. അപ്പം ഞാൻ അടുത്ത ഷെയ്ഡറിലേക്ക് ചാടാം. ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കുറേ ആൾക്കാർക്ക് അറിയുന്ന ഷെയ്ഡറും കൂടി അത്. സോ അടുത്ത ഷെയ്ഡർ, ഇതും തിരക്കെടുത്ത ഷെയ്ഡറാണ്. നിങ്ങൾക്ക് നല്ല ബേസി ആണെങ്കിൽ ഈ 2 ഷെയ്ഡർ യൂസ് ചെയ്യാം. ഇന്നുള്ള ഈ 2 ഷെയ്ഡറാണ്. അപ്പം പിക്സൽ ഷെയ്ഡർ അല്ല, പിക്സൽ ക്രാഫ്റ്റ് ഷെയ്ഡർ. ഈ ഷെയ്ഡർ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കളിച്ചില്ല. ഇങ്ങനെയാണ് ഈ ഷെയ്ഡറുള്ളത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനാണ്, ഇത്ര നല്ല ഷെയ്ഡർ വേറെ കിട്ടാണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡറൊക്കെ വേണ്ടി കളിച്ചുകൂടാ. പെർഫോമൻസ് 30, 36, 40 ഒക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈവൻ ലോ ആൻഡ് PC-യിലാണെങ്കിൽ ഒരു 40, 45 ആ ലെവലൊക്കെ കിട്ടും. ഏറ്റവും കുറഞ്ഞ പോയാലും എന്താണ് 20 ഒക്കെ എത്തുള്ളൂ. ഇത് എന്തിനാ അങ്ങനെ കളിക്കുന്നതൊക്കെ അറിയൊന്നുമില്ല. എന്തായാലും അടുത്ത ഷെയ്ഡറൊക്കെ ഞാൻ കയറ്റിയപ്പോൾ കണ്ടപ്പുറത്ത് കയറ്റിയില്ലേ. പോട്ടെ. അപ്പം ഇനി സോളാർ ഷെയ്ഡറാണല്ലേ, സോളാസ് ഷെയ്ഡർ. സോളാസ് ഷെയ്ഡർ ഈ സാധനത്തിൻ്റെ വർക്കാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും, ഇതാണ് സോഡിയത്തിലല്ല ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടാകാൻ മതിയാവില്ല, അതായിരിക്കും. അപ്പം ഇനി മേക്കപ്പ് അൾട്രാ ഫാസ്റ്റും ഇതും. ഈ മേക്കപ്പ് അൾട്രാ ഫാസ്റ്റുള്ള കുറേ ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാ കണ്ടന്റ് ക്രിയേറ്ററും ചെയ്തതാണ് ഈ സാധനം. ഇതിന് പിന്നെ കാണാൻ വലിയ രസം ഉണ്ടാവില്ല, പക്ഷേ FPS ഉണ്ടാവും. FPS ഇപ്പം തന്നെ എനിക്കിതാ ഈ ഹൈറ്റിൽ നിന്നിട്ട് 40, 48, 40 ആ ലെവൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൂടും, 60 വരെയൊക്കെ എത്തും FPS. അപ്പോൾ എന്തെങ്കിലും നോർമലായിട്ട് കളിക്കുമ്പോൾ വലിയ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല തേങ്ങ. സോ 50, 60 ആ ലെവലൊക്കെ എത്തും. നേരത്തായിട്ട് നോക്കിയാൽ അല്ലാണ്ട് കൊണ്ടൊന്നുമില്ല. പിന്നെ ഇതിലൊരു നല്ല രസമുള്ള പരിപാടി എന്താ വെച്ചാൽ സെറ്റിങ്സ് കയറാം, ഓപ്ഷൻസ് കയറാം. ബാക്കിയുള്ള ഇതിലുണ്ട്, പക്ഷേ FPS കുറവായതുകൊണ്ട് പിന്നെ കാണിക്കാൻ ഞാൻ ഷെയ്ഡർ പാക്ക് ഇവിടെ പോയി ഡെപ്ത് ഓഫ് ഫീൽഡ്, മോഷൻ ബ്ലർ, ഈ 2 സാധനം ഓണാക്കിയിട്ട് അപ്ലൈ അടിക്കുക. അപ്പോൾ നല്ലൊരു വൃത്തിക്ക് കളിക്കാം. കാണിച്ചു തരാം. FPS കുറച്ച് കുറയും, പക്ഷേ ഇങ്ങനെ കളിക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ FPS ഇല്ലെങ്കിലും ആ ഒരു മോശം ബ്ലർ നമുക്ക് FPS ഉള്ളതായിട്ട് തോന്നിക്കും. അങ്ങനെ ഗുണമുണ്ട്. നമുക്കൊരു ഷെയ്ഡിൽ കൂടെ സ്റ്റട്ടർ ലാഗോ എന്തെങ്കിലും വന്നാലും നമ്മൾ അറിയില്ല. പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് പിന്നെ ബ്ലർ വരാനുള്ളതാണ്. ഇങ്ങനെ ബ്ലർ ആ ഒരു പോർട്രേറ്റ് വരാണ്, അതിന് വേണമെങ്കിൽ മതി, വലിയ ഉറപ്പൊന്നുമില്ല. സോ അതാണ് ഒരു ഷെയ്ഡർ പിന്നെ വരുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ലോ ആൻഡ് PC ആണെങ്കിൽ, പക്കാ ലോ ആൻഡ് PC ആണ്, അപ്പോൾ നോ എഫക്റ്റ് അല്ല, ലോ എടുക്കുക. എന്നിട്ട് ലോ എടുത്തിട്ട് ആവശ്യമുള്ള എഫക്റ്റ് ഇട്ടിട്ട് ഡൺ അടിക്കുക. അതിപ്പോൾ ലോയിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഈ സാധനം എനിക്ക് ഇഷ്ടമില്ല. ഒരുമാതിരി തിളങ്ങിയെടുക്കണുണ്ടോ. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ്കേപ്പ് അടിക്കുക, ഓപ്ഷൻസ് അടിക്കുക, ഒരു സെറ്റിങ്സ് മറ്റേ ബ്ലൂം എഫക്റ്റ് ഉണ്ടല്ലോ, പറ്റിച്ചു പോട്ടെ. ഇതിപ്പോൾ ശരിക്കും ഇതിനെക്കാട്ട് FPS കിട്ടും. എനിക്ക് 60, 65 കിട്ടണതാണ് നോർമലി. ഇത് വീഡിയോ റെക്കോർഡിംഗ് ഓണായിട്ടാണ് തോന്നുന്നത്. അതിന് മാക്സിമം ക്വാളിറ്റി ഇട്ടാണ് റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ടായിരിക്കും മിക്കവാറും. ഇവിടെ വരിക, ഇവിടെ ഉണ്ടാവും ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള, ഇവിടെ പോയി ഈ സാധനം ഓഫാക്കി കളയുക. എന്നിട്ട് ഇവിടെ നിന്ന് ഡെപ്ത് ഓഫ് ഫീൽഡ് വേണമെങ്കിൽ അതാണ് എൻ്റെ പോർട്രേറ്റ് ഫീൽ ചെയ്യുന്നത്. അതാണ് മോഷൻ ബ്ലർ ഓണാക്കുക. ഈ 2 സാധനം ഓണാക്കി കഴിഞ്ഞാൽ കാണാത്തൊരു വൃത്തി ഉണ്ടാവും. ഒരു ഇതുണ്ടാവില്ല, ഒരു വൈറ്റ് വന്നിട്ടുള്ള ഒരു ഓവർ പരിപാടി ഉണ്ടാവില്ല.
20 കിട്ടും. ഇപ്പോൾ 40-46 ആക്ച്വലി 60 സംതിങ് കിട്ടും. പിന്നെ റെക്കോർഡിങ്ങിലാണ് സാധനം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെക്കാളും കിട്ടണ്ട. പിന്നെ ഇത് മൈൻക്രാഫ്റ്റ് പുതിയ വെർഷനും കൂടിയാണ്. അപ്പോൾ പിന്നെ നോർമലി എന്താണ് കുറച്ചുകൂടി ലാഗ് ഉണ്ടാവേണ്ടിയാണ്. അപ്പോൾ അതില്ല. ഓക്കെ, സോ 40 ഇപ്പോൾ സ്റ്റില്ലായിട്ട് നിൽക്കുക വെച്ചാൽ 49, 50 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. റെക്കോർഡ് കാട്ടോ. അല്ലാണ്ടും ഒക്കെ വെച്ചാൽ 60, 64, 70 ഒക്കെ എത്താറുണ്ട്. പിന്നെ അടുത്ത ഷെയ്ഡർ വരുന്നത് ഷെയ്ഡർ ബാക്ക് ഇതാ, ഈ സൂപ്പർ ഡ്യൂപ്പർ വനില. ഇത് നല്ല ഷെയ്ഡറാണ്. ഇതിനെ കുറച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ FPS നോക്കണ്ടേ, 40-42. നേരത്തെ ഇതിൻ്റെ സെയിം FPS ആയിട്ടാണ്, പക്ഷെ കളറൊക്കെ ഉണ്ട്, കത്തും കിടന്നിട്ട്. അതാണ് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഇതിനുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ നല്ല രസമാണ്. ഈ ക്ലൗഡിൻ്റെ 2-3 കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നേരാക്കിയ ക്ലൗഡിൻ്റെ റെഡി ആയിക്കോളും. നല്ല കൺസിഡർ ഒരു വാട്ടറുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു എന്താണ് റേ ട്രേസിങ് കാര്യത്തിൽ എഫക്റ്റ് അതൊക്കെ ഉണ്ട്. മറ്റേ ഷെയ്ഡിലും ഉണ്ട് ആക്ച്വലി അത് ഇതാ, പക്ഷേ കാണാൻ വൃത്തിയുണ്ട്. വൃത്തി ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ സോഡിയം യൂസ് ചെയ്യുന്നവർക്കുള്ള പ്രശ്നം മറ്റേ ഡിസ്റ്റ് ഹൊറൈസൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഉപയോഗിക്കാൻ വെച്ചാൽ സെറ്റ് ചെയ്യുന്നത് ഒക്കെയാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന ആവശ്യം നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഞാൻ പറ്റാച്ച വീഡിയോ ചെയ്യാം. സോ ഓപ്ഷൻസ് മറ്റേ ഷെയ്ഡറിൽ നോക്കുക വെച്ചാൽ ഇപ്പോൾ 2 ഷെയ്ഡറാണ്. ഈ 2 ഷെയ്ഡറാണ് എൻ്റെ പ്രതി ഏറ്റവും അല്ലേ. ഈ ഡ്യൂപ്പർ വനിയിൽ നിങ്ങൾ എവിടെയും കിട്ടണോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല പെർഫോമൻസ് ഷെയ്ഡറാണ്. ഞാനിപ്പോൾ വെറുതെ ദിവസം ഗേറ്റിൽ കിട്ടിയപ്പോൾ കണ്ടതാണ്. ഞാൻ വെറുതെ ഓരോ ഷെയ്ഡർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പോഴാണ് ഈ സൂപ്പർ ഡ്യൂപ്പർ വനിയിലുള്ളത് കിട്ടിയത്. നല്ല ഷെയ്ഡറാണ്. പിന്നെ മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ് എടുക്കുക. ഇത് വാട്ടറിൻ്റെ എഫക്റ്റ് നല്ലതാണ്. ഇത് ഇങ്ങനത്തെ ഒരു എഫക്റ്റ്, ഒരു പഴയ ഒരു ലുക്ക്, മറ്റൊരു ഫാൻസി ലുക്കാണ്. ഇങ്ങനത്തെ ഒക്കെ ഒരു ലുക്കാണ് ഉണ്ടാവുക. അപ്പം ഇതാണ് നമ്മളുള്ള ഷെയ്ഡർ. അപ്പോൾ ഇതിലിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ്. ഇപ്പോൾ പക്ക ലോ ആൻഡ് വീസി ആണെങ്കിൽ ഞങ്ങൾക്ക് മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ അതിൽ തന്നെ ഡിഫാൾട്ടായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഷാഡോ സേവ് ആക്കാനുള്ളതൊക്കെ. പിന്നെ എൻ്റെ ലെവൽ PC ഒക്കെ ആണെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാണാൻ എന്ത് രസം ഉണ്ടാവും. ഒരു രസം കണ്ടോ, ഒരു വൃത്തിയുണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് പിന്നെ അങ്ങനത്തെ ഒരു ഔട്ട്ലൈൻ പരിപാടി ഉണ്ട് എല്ലായിടത്തും അങ്ങനെ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടോ, സാൻഡിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഷെയ്ഡർ വരുന്നത്. അപ്പോൾ അവസാനത്തെ കൺക്ലൂഷൻ എന്ന് പറയാൻ വെച്ചാൽ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ഇപ്പം നോക്കിയ ഷെയ്ഡർ. ഈ 2 ഷെയ്ഡർ പക്ക high-end PC-ക്ക്. സോളാർ ഷെയ്ഡേഴ്സ് അത്യാവശ്യം high-end PC-ക്ക് ഉള്ളതാണ്, പക്ഷേ എൻ്റെ വർക്ക് ആവണില്ല. പിന്നെ മേക്കപ്പ് അൾട്രാ ഫാസ്റ്റും സൂപ്പർ ഡ്യൂപ്പർ വനിലയാണ്. നല്ല ഷെയ്ഡറാണ്, അടിപൊളി ഷെയ്ഡർ രണ്ടോ. ഇത് നിങ്ങൾ പക്ക ലോ PC ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ പക്ക ലോ തന്നെ, പക്ഷേ കുറച്ച് സ്പെക്ക് അറിയുമ്പോൾ ഉദ്ദേശിക്കുന്നത് GPU അതൊന്നല്ല, റാം നിങ്ങളിപ്പോൾ 4 GB റാം 6 GB റാമിലൊക്കെ കളിക്കുന്ന വെച്ചാൽ മേക്കപ്പ് അൾട്രാ ഫാസ്റ്റാണ് നല്ലത്. അല്ലെങ്കിൽ ഈ സൂപ്പർ ഡ്യൂപ്പർ വണ്ടി വേണ്ടി. കാരണം ഈ സാധനത്തിന് റാം കുറച്ചെടുക്കും മറ്റേനാട്ടി വെച്ച് നോക്കുമ്പോൾ. കാരണം ഇതിന് കുറച്ച് ടെക്സ്ചർ മേലെ കളി, എക്സ്ട്രാ ക്ലൗഡ്, ഓരോ കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതൊക്കെ റാമിലാണ് പിടിക്കുക. അപ്പോൾ അങ്ങനെ റാം ഉണ്ട്. ഇപ്പോൾ ഒരു 8, 12, 16, 12 മുതൽ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. 8 ട്രൈ ചെയ്തൊക്കെ എനിക്കറിയില്ല. അപ്പോൾ 8, 12, 16 ഉള്ളവർക്ക് ട്രൈ ചെയ്തൊക്കെ. എൻ്റെ ഇപ്പോൾ 16, 13 ഉണ്ടാവുള്ളൂ എൻ്റെ റാം. അതിലാണ് ഇപ്പോൾ ഇത് റണ്ണാവണേ. 3 GB VRAM ആട്ടോ. VRAMിൽ അങ്ങനെ വേണം, അല്ലെങ്കിൽ നടക്കില്ല. VRAMിൻ്റെ അതേ പറയണേ, 3 GB VRAM ഉള്ളൂ. അപ്പോൾ അതും റാമും ആ 2 കൂടി ഉണ്ടെങ്കിലേ ഇത് റണ്ണാവത്തുള്ളൂ. അത്യാവശ്യം നല്ലോണം. ഇപ്പോൾ ഇന്ത്യ റണ്ണാണ് അവർ. മിനിമം 3 GB റാം എന്തായാലും VRAM ആയിട്ട് കൊടുക്കണം. അപ്പോൾ 8 GB നമുക്ക് 3 GB കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതാ പിന്നെ ഞാൻ പറഞ്ഞു 12 അല്ലെങ്കിൽ 16 എടുത്താൽ മതി. അതാകുമ്പോൾ VRAM ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടാവും. സോ ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് കാത്തിരിക്കണ്ട, ഞാൻ എപ്പോഴെങ്കിലും വന്നോളാം. പിന്നെ ഈ ഒപ്റ്റിമൈസ് ചെയ്തതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞോളാം, നമുക്ക് ചെയ്യാം. വിഷയമുള്ള കാര്യമല്ല. നമുക്ക് എത്ര ഫേസ് അക്കൗണ്ട് ഉണ്ട്. ഇത് റെക്കോർഡിങ് ആയതുകൊണ്ട് 170 ഒക്കെ റെക്കോർഡിങ് അല്ലെങ്കിൽ 200 മുകളിൽ ചാടും സാധനം. ജസ്റ്റ് ഇതായിട്ട് നോക്കിയാൽ മതിയോ? ഓക്കെ. അപ്പോൾ ഈ മോഡും എങ്ങനെ ഇത്ര ഒപ്റ്റിമൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ചോദിക്കാച്ചാൽ പറഞ്ഞാൽ മതി. ഇതിന് എത്ര ടോട്ടൽ 12 മോഡോ എങ്ങാനും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. ആ മോഡിൻ്റെ ഇതാണ് ഇങ്ങനെ കാണുന്നത്. ഈ കാണുന്നത് ഈ സാധനം ഉണ്ടല്ലോ,
ആ ഒരു ലീഫ് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. ഇവിടെ നോക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കുറവ്, അതൊക്കെ ഓരോ മോഡിലുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന് ഇത്ര ഒപ്റ്റിമൈസ് ആവണേ. പിന്നെ ഈ മോഡിൽ ഇപ്പം എന്താണ് റെഡ് ഡിസ്റ്റൻസ് കൂട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാണിച്ചു തരാം. ഒരു 60, ഇനിയിപ്പോൾ ഇത് കൂട്ടേണ്ട എത്ര കിട്ടുമെന്ന് അറിയാം കേട്ടോ. ഞാനിപ്പോൾ റെക്കോർഡിങ്ങിലൂടെ വേണ്ടി ചിലപ്പോൾ കുറേ ചാൻസ് ഉണ്ടെന്നാലും നോക്കാം. 90, 70, 79 മാക്സിമം ആട്ടോ റെഡ് ഡിസ്റ്റൻസ്. അതിൻ്റെ ജി പി യു ഇല്ല, CPU മാത്രമേ ഉള്ളൂ. അത് Ryzen 5 ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇത്ര FPS ലോഡാവുണ്ട്. ഇപ്പോൾ നമുക്ക് ലോഡായി കൊടുക്കാം. പിന്നെ ഈ സോഡ് എന്തിലൊക്കെ ഇടുമ്പോൾ വേറെ കാര്യം എന്ന് വെച്ചാൽ ലോഡാവാൻ സമയം പിടിക്കും. നോർമലി ബാക്കിയുള്ളതിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ലോഡാവാൻ സമയം പിടിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സോ 45, 50, 54 ഇത് ഇത്ര വട്ടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഇത് ഓഫാക്കിയിട്ട് റെക്കോർഡിങ് ഓഫാക്കിയിട്ട് ഞാൻ ഷെയ്ഡർ ഇട്ടിട്ട് 32 റെഡ് ഡിസ്റ്റൻസ് എനിക്ക് 30 to സംതിങ് 20 to 30 ലെവലിലുള്ള FPS കിട്ടുന്നുണ്ട്. മേക്കപ്പ് ടു അൾട്രാ ഫാസ്റ്റ്. മറ്റേലല്ല, മറ്റേ കുറയും. അപ്പോൾ അങ്ങനെ കിട്ടും. പിന്നെ വില്ലേജിൽ യാമന വില്ലേജും റെംപോർട്ടലും നല്ല സാധനം. എനിവേ സോ ഇതാണ്. സോ അടുത്ത വീഡിയോ കാണാം. ശരിയെന്നാൽ.